ഹായ് ഓൾ, SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞു കാണും, കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് പലരും അറിഞ്ഞു കാണും. ഇവിടെ പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കുക, നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെ കാറ്റഗറി 2, കാറ്റഗറി 3 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈക്കോളജിയുടെ കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതാൻ പോകുന്നവരെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് മെയിൽ നടക്കാനുള്ള പരീക്ഷ വന്നിട്ടുള്ളത് ആർക്കാണ്? സർവീസിലുള്ള അധ്യാപകർക്കായിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ് എക്സാം മെയ് 2025 നടക്കാനുള്ള എക്സാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അല്ല, മറിച്ച് ആർക്കാണ്? സർവീസിലുള്ള ഇനിയും കേട്ടറ്റ് കിട്ടാത്ത അധ്യാപകർക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കേട്ടറ്റ് കിട്ടാത്ത എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല, മറിച്ച് സർവീസിലുള്ള അധ്യാപകർക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഈ ഒരു വിജ്ഞാപനത്തിൽ പുതിയ കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പഴയ വിജ്ഞാപനങ്ങളിൽ നിന്നും കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട്. വിഭാഗം കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്റഗറി 1ഉം 2ഉം എല്ലാം എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. കാറ്റഗറി 1 ഏതാണ്? ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്കാണ്. കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകൾക്കും. കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കും. കാറ്റഗറി 4 ഭാഷാധ്യാപകർ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, അതുപോലെ UP തലം വരെ. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കായിക അധ്യാപകർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് നടക്കുന്നത്, കേട്ടറ്റ് എക്സാം നടക്കുന്നത്. ഇനി ഇതിൽ പറയുന്ന ആ ചേഞ്ചസ് നമുക്ക് കാണാനുള്ളത്, അതായത് എക്സാമിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള പ്രത്യേക പരീക്ഷ ആയതിനാൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിനും അതുപോലെ ഭിന്നശേഷിയുള്ളവർക്കും അപേക്ഷാ ഫീസ് എത്രയാണ്? 750 അഥവാ 750 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷിയിലുള്ളവർക്കും അപേക്ഷാ ഫീസ് 750 രൂപയും അതുപോലെ മറ്റുള്ളവർക്ക് എത്രയാണ്? മറ്റുള്ളവർക്ക് 1000 രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫീസ് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള അപേക്ഷകർക്ക് അവർ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അഥവാ DEO അപേക്ഷാ സമയത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു റവന്യൂ ജില്ലയിൽ ഒരു പരീക്ഷാ കേന്ദ്രം മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ഇതിൽ പറയുന്നുണ്ട്. കാരണം അപേക്ഷകർ കുറവായിരിക്കും, അപ്പോൾ സെൻറ്റേഴ്സും കുറവായിരിക്കും. അപ്പോൾ അപേക്ഷകർക്ക് തങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാഭ്യാസ ജില്ല അഥവാ DEO ഉൾപ്പെടുന്ന റവന്യൂ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി പരീക്ഷാഭവൻ എവിടെയാണോ നിങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അത് ഹോൾ ടിക്കറ്റിലൂടെ അറിയിക്കും. ഇനി എക്സാമിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില ഡേറ്റ്സ് ആണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 10/4/2025 ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് ഫീസ് അടക്കുന്നതിനുമുള്ള അവസാന തീയതി 19 അപേക്ഷയുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള അവസാന തീയതി 19 അപേക്ഷകർ വെരിഫിക്കേഷനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ട തീയതി 23/4/2025 മുതൽ 30/4/2025 വരെയാണ്. വെബ്സൈറ്റിൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി 20/5/2025 എന്ന് കൊടുത്തിട്ടുണ്ട്. പരീക്ഷാ ടൈം ടേബിളും വന്നിട്ടുണ്ട്. കാറ്റഗറി 1 29/5/2025 വ്യാഴാഴ്ചയാണ് കാറ്റഗറി 1 എക്സാം തീയതി വരുന്നത്. കാറ്റഗറി 2 29/5/2025 കാറ്റഗറി 3 30 തീയതിയും കാറ്റഗറി 4ഉം മെയ് 30 തന്നെയാണ് നടക്കുന്നത്. 2.5 മണിക്കൂറാണ് എക്സാം. അപ്പോൾ ഉച്ചയ്ക്കും രാവിലെ ഉണ്ട്. നിങ്ങൾ സമയം ശ്രദ്ധിക്കുക ഓരോ കാറ്റഗറിയും. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ,
കേട്ടറ്റ് യോഗ്യത ഇല്ലാതെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തുടരുന്ന അധ്യാപകർക്ക് മാത്രമായി നടത്തുന്ന കേട്ടറ്റ് പരീക്ഷയായതിനാൽ ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറിക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറിക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക. അപേക്ഷാർത്ഥിയുടെ പേര്, ജനന തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. ഫോട്ടോയിൽ KPSC മറ്റ് സീലുകൾ പാടില്ല. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. ഫോട്ടോ വ്യക്തമായിരിക്കണം. സെൽഫി പാടില്ല. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർവീസിലുള്ള അധ്യാപകർ പെൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെൻ നമ്പർ ലഭ്യമല്ലാത്ത അധ്യാപകർ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ എല്ലാവരും തന്നെ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ, ഗവൺമെൻറ് സ്കൂൾ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലെ മാനേജർ എന്നിവരിൽ നിന്നും വാങ്ങി സൂക്ഷിക്കുകയും വെരിഫിക്കേഷൻ സമയത്ത് ജില്ലാ ഓഫീസിൽ ഹാജരാക്കേണ്ടതുമാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിർബന്ധമായും ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ID കാർഡിൻ്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്കായി നൽകേണ്ടതും ID കാർഡ് ഹാജരാക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതുമല്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ നൽകുക. പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തരം SBI പേയ്മെൻറ്റ് വഴി കൊടുക്കാവുന്നതും ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്ക് ആവശ്യമുള്ളതുമാണ്. ഫീസ് സംബന്ധിച്ചുള്ള പരാതികൾക്ക് അവരവരുടെ മാതൃബാങ്കുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ കൊടുത്തിട്ടുള്ളത് സർവീസിലുള്ള അധ്യാപകർക്കായുള്ള പ്രത്യേക വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതയാണ്. ഇവിടെ പറയുന്നുണ്ട്, അപേക്ഷകർ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവിൽ പ്രകാരം പരീക്ഷ എഴുതുന്നതിന് യോഗ്യരാണോ എന്ന വിവരം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് ഓൺലൈൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ആയതിലേക്കായി അപേക്ഷകർ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള തീയതിയിൽ അതാത് ജില്ലാ ഓഫീസുകളിൽ വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള ഈ പ്രത്യേക വിജ്ഞാപനമായതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിൽ നടത്തുന്ന പരിശോധനയ്ക്കായി നിശ്ചിത തീയതിക്കുള്ളിൽ നിങ്ങൾ ഹാജരാകേണ്ടതും അതുപോലെ സർക്കാർ ഉത്തരവിൽ പ്രകാരമുള്ള വിഭാഗം അധ്യാപകർ ഉൾപ്പെടാത്തവർക്കും ഹാൾ ടിക്കറ്റ് അനുവദിക്കുന്നതല്ല. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിലബസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് കിട്ടാൻ ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിൽ കയറാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.